വനം വകുപ്പ് ഫലപ്രദമായ ശാസ്ത്രീയമായിട്ടുള്ള പുതിയ പദ്ധതികളിലേക്ക് പോകേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. 2 ആഴ്ചകൾക്ക് മുമ്പ് പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്തമൺ ഒലികളിൽ നിന്നാണ് 11 വയസ്സുള്ള ഒരു ആൺകടുവയെ പിടികൂടിയത്. ഇന്നലെ ചിറ്റാറ് സീതത്തോട് വില്ലൂന്നി പാറയ്ക്ക് സമീപം മറ്റൊരു ആൺകടുവയെ കൂടി പിടികൂടിയിരിക്കുന്നു. അങ്ങനെ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖല ജനങ്ങളെല്ലാം ആശങ്കയിലാണ്. ഇതിനോടൊപ്പമാണ് പുതിയ കോന്നി ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രതിനിധികളും പ്രസിഡന്റും എല്ലാം കൂടെ ആദ്യ യോഗം കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആദ്യ യോഗത്തിലെ തീരുമാനം എന്താണെന്നുള്ളത് പ്രസിഡന്റിനോട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. എങ്ങനെയാണ് ജനങ്ങൾ ഈ ആശങ്കയെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് ഈ ബ്ലോക്ക് പഞ്ചായത്തിനോട് ചേർന്നുള്ള പഞ്ചായത്തുകളും കൂടി ഉണ്ട്. കോന്നി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ ഏറ്റവും വലിയ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോന്നി ബ്ലോക്ക് പഞ്ചായത്ത്. അതിലെ തണ്ണിത്തോട്, അരുവാപ്പലം പഞ്ചായത്തുകൾ പൂർണ്ണമായും വനത്തിനോട് ചേർന്ന് വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ 2 പഞ്ചായത്തുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത തണ്ണിത്തോട് പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന ചിറ്റാർ പഞ്ചായത്തിലെ വയ്യാറ്റുപുഴയിലെ വില്ലൂന്നിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കിണറ്റിലാണ് കടുവയെ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് നിരന്തരമായി ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം, അല്ലെങ്കിൽ അത് കർഷകരെ സംബന്ധിച്ചോളവും പൊതുജനങ്ങളെ സംബന്ധിച്ചോളവും വലിയ തോതിൽ ഇന്ന് ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജനങ്ങളുടെ ജീവനെ തന്നെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ജീവന് തന്നെ അപകടത്തിലെത്തുന്ന കാർഷിക മേഖലയിൽ നിൽക്കുന്ന കൃഷിക്കാരെ സംബന്ധിച്ചോളം പൂർണ്ണമായും അത് വന്യമൃഗങ്ങളുടെ ശല്യത്താൽ തകർന്നു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി കൂടിയപ്പോൾ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ അഗ്രികൾച്ചർ ഏതാണ്ട് 10-13 ലക്ഷം രൂപ ഈ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തുകളുമായി ചേർന്ന സംയുക്ത പ്രോജക്റ്റുകൾ ജില്ലാ പഞ്ചായത്ത് 13 ലക്ഷം രൂപയോളം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ പകുതി പണം പോലും ചെലവഴിക്കാൻ കഴിയുന്നില്ല. കാരണം ഇന്ന് സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അതിനുവേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന സബ്സിഡി തുക വളരെ കുറവാണ്. അത് കാരണം നാമമാത്രമായിട്ടുള്ള കർഷകർ ഈ തുക, വലിയ തുക സ്വന്തം നിലയിൽ ഗുണഭോക്താക്കളുടെ വിഹിതം എന്ന നിലയിൽ എടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ പദ്ധതി ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ഇക്കാര്യത്തിൽ ഇപ്പം നിലനിർത്തിയിട്ടുള്ള ഈ മാനദണ്ഡങ്ങൾ, അല്ലെങ്കിൽ സബ്സിഡി മാനദണ്ഡത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കുറെ കൂടി തുക ഗുണഭോക്താക്കൾക്ക്, കർഷകർക്ക് നൽകുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിയണം. എങ്കിലേ ഇപ്പോൾ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ 5 വർഷം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ജില്ലാ പഞ്ചായത്തിനും സമാനമായിട്ടുള്ള ഈ പദ്ധതി വെച്ചിരുന്നു. അതിൽ പകുതി പണം പോലും ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഇടയ്ക്ക് ചോദിക്കുകയാണ്, കഴിഞ്ഞ ടൈമിൽ ഞാൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അന്നത്തെ LDF ഭരണസമിതി ഈ വന്യമൃഗശല്യം ഒഴിവാക്കാൻ വേണ്ടി ഏകദേശം 50 ലക്ഷം രൂപ ഫെൻസിങ്ങിനും മറ്റും അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരമേറ്റിരിക്കുന്നു. നമുക്ക് കൂടുതൽ ആശ്വാസകരമായ വാർത്തകൾ കേൾക്കാൻ കഴിയുമോ? ഞാൻ അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇപ്പൊ പുതിയ ഭരണസമിതി UDFന്റെ അധികാരത്തിൽ വന്നാലും, ഇപ്പൊ ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ള കോന്നി ബ്ലോക്ക് പഞ്ചായത്തോ അല്ലെങ്കിൽ ഇനി ഇടതുപക്ഷത്തിന്റെ ഒരു പ്രസിഡന്റ് ഉള്ള ഏതെങ്കിലും പഞ്ചായത്തോ ഒന്നും ഇപ്പൊ നിശ്ചയിച്ചിട്ടുള്ള ഈ മാനദണ്ഡത്തിന്റെ സബ്സിഡി മാനദണ്ഡത്തിൽ വർധനവുണ്ടാകണം. എങ്കിലേ ഈ പണം ചെലവഴിക്കുക. അല്ലെങ്കിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നുണ്ട്. കാരണം കർഷകർ, അതേപോലെ പൊതുജനങ്ങൾ അത്തരത്തിൽ വളരെയേറെ പ്രശ്നത്തെ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന്. അപ്പൊ അതിനെ ഒന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ നമ്മളൊന്ന് ജില്ലയിലെ എന്നല്ല, ഈ പ്രദേശത്തെ പഞ്ചായത്തുകളൊന്ന് കണക്ക് പരിശോധിച്ചാൽ ഈ തുക നല്ലൊരു ശതമാനം ലാപ്സായി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്, ഗവൺമെന്റ് ഈ കാര്യത്തെ സംബന്ധിച്ച് കുറച്ചുകൂടി പഠനം നടത്തി, സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് വേണമെങ്കിൽ ഒരു സർവേ നടത്തി ഈ നിശ്ചയിച്ചിട്ടുള്ള ഈ മാനദണ്ഡം, സബ്സിഡി മാനദണ്ഡത്തിൽ കാലോചിതമായിട്ടുള്ള വർധനവ് വരുത്താതെ ഈ പദ്ധതി മുന്നോട്ട് പോകില്ല. വീണ്ടും അത് അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. ഞങ്ങളപ്പോൾ ആ പ്രദേശം സന്ദർശിച്ചപ്പോഴേ ആൾക്കാരുടെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കാട്ടാന ശല്യം അവിടെ നിത്യസംഭവമാണ്. പക്ഷെങ്കിൽ ഈ കടുവ, പുലി അതുപോലുള്ള വന്യമൃഗങ്ങൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് വളരെയധികം ഭീതിപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ജനപ്രതിനിധി എന്ന നിലയിലും ദീർഘകാലം ആ മേഖലയിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളെന്നുള്ള എങ്ങനെയാണ് അവർക്കൊരു സ്വത്തിനും ജീവനും സംരക്ഷണം
കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഇത് ഈ കാട്ടുമൃഗങ്ങൾ പണ്ട് കുറച്ച് പന്നിയോ അല്ലെങ്കിൽ അതുപോലെ ഉപദ്രവകാരികളല്ലാത്ത പന്നിയും ഉപദ്രവകാരികളാണ് എങ്കിലും അത്തരത്തിലായിരുന്നുവെങ്കിൽ ഇപ്പൊ ഉപദ്രവകാരിയായിട്ടുള്ള പുലിയും കടുവയും ഒക്കെ ഇന്ന് ആൾപ്പാർപ്പുള്ള അല്ലെങ്കിൽ ആൾവാസമുള്ള സ്ഥലത്തേക്ക് ഇന്ന് ഇറങ്ങുകയാണ്. വനം വകുപ്പ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ള ഒരു നിസ്സംഗത അത് ഫലപ്രദമായി നമ്മളെ കഴിഞ്ഞ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, തമിഴ്നാടും കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ കാട്ടുമൃഗങ്ങൾ, ഈ കടുവയാണെങ്കിലും പുലിയാണെങ്കിലും ആനയാണെങ്കിലും ഒക്കെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ അതിനു വേണ്ടുന്ന മുൻകരുതലുകൾ ഇവിടെ നമ്മൾ വനം വകുപ്പ് ഫലപ്രദമായി എടുത്തിട്ടില്ല. അത് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമാണ്. അതുപോലെ തന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നതിന് ആഹാരം തേടിയാണ് എത്തുന്നത്, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എത്തുന്നത്. അപ്പൊ ആ സംസ്ഥാനങ്ങളിലൊക്കെ കാടിന്റെ ഉള്ളിൽ തന്നെ അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതായി പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വനം വകുപ്പ് ഇതൊന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതിനൊക്കെ ചില മാനസികമായ സപ്പോർട്ടുകൾ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത്. പക്ഷേ വനം വകുപ്പ് ഈ കാര്യത്തിൽ കുറെ കൂടി ജാഗ്രതയോടുകൂടി, പ്രത്യേകിച്ച് ഈ കടുവ, പുലി, ആന ഇതൊക്കെ ഇറങ്ങുമ്പോൾ ജനങ്ങൾ അവിടെ മരണപ്പെടുകയാണ്. ജനങ്ങൾ പൂർണ്ണമായിട്ടും പുറത്തിറങ്ങാൻ പറ്റാത്ത, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, സ്ത്രീകൾക്ക് തൊഴിലുറപ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ പണിക്ക് പോകാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള പലതര പ്രശ്നങ്ങളെ ഇന്ന് ഈ മലയോര നിവാസികൾ, ഇപ്പൊ മലയോരം മാത്രമല്ല, ഇപ്പൊ കോന്നി മേഖലയിലേക്ക് നമ്മൾ പരിശോധിച്ചാൽ മലയോരമൊക്കെ കഴിഞ്ഞ് ഈ പട്ടണ പ്രദേശങ്ങളിൽ പോലും ഇന്ന് ഇതിന്റെ എല്ലാം ഉപദ്രവങ്ങൾ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വീണ്ടും ഞാൻ ആവശ്യപ്പെടുന്നു, വനം വകുപ്പ് ഫലപ്രദമായ ശാസ്ത്രീയമായിട്ടുള്ള പുതിയ പദ്ധതികളിലേക്ക് പോകേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. മറ്റ് ജലാശയങ്ങളൊക്കെ വളരെയധികം കുറവാണ് കോന്നിയിൽ, ചൂട് കൂടുകയാണ്. എങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഈ ജലക്ഷാമത്തെ അതിജീവിക്കാനുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? ഇപ്പൊ തദ്ദേശ സ്വയംഭരണ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകൾ ഈ വരാൻ പോകുന്ന മാസങ്ങളിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇവിടെ സൂചിപ്പിച്ച വരൾച്ച. ഇപ്പൊ കാണുന്ന ഈ കാലാവസ്ഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അതിരൂക്ഷമായ വരൾച്ചയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന് ഇപ്പൊ സാധാരണ രീതിയിലുള്ള ഒരു ക്രമീകരണം എന്ന് പറയുന്നത് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ചു കൊടുക്കുക. അതൊക്കെ രൂക്ഷമായ ഒരു ഘട്ടം, മഴ പെയ്യുന്നതിന് ഒരാഴ്ച മുമ്പായിരിക്കും ഗവൺമെന്റ്, സർക്കാർ ഇതിന് അനുമതി നൽകുന്നത്. പഞ്ചായത്തുകൾക്ക് ആ അനുമതി കിട്ടിയെങ്കിൽ മാത്രമേ ഇത് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുള്ളൂ, വെള്ളം വിതരണം ചെയ്യാൻ കഴിയുന്നുള്ളൂ. അപ്പൊ ഈ കാര്യത്തിൽ കുറച്ചുകൂടി നമ്മൾ വിപുലമായിട്ടുള്ള ഒരു ആലോചനകളും കാര്യങ്ങളും അനിവാര്യമാണ്. മാത്രമല്ല, ഇപ്പോൾ നമ്മളുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിലെ പഞ്ചായത്തുകളായിട്ടുള്ള പ്രമാടം, അരുവാപ്പലം, കോന്നി, പ്രമാടം, വള്ളിക്കോട്, ഈ സ്ഥലങ്ങളിൽ, ഈ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ഒരു പരിധി വരെ ഈ വിഷയത്തിൽ നിന്നും പരിഹരിക്കാൻ കഴിയുന്നതാണ് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ KAPയുടെ നിലവിലുള്ള ഈ കനാൽ. പക്ഷെ കഴിഞ്ഞ കുറേ വർഷമായി ഈ കനാൽ ഇന്ന് ജലമൊഴുകി പോകാൻ കഴിയുന്ന തരത്തിലല്ല ഇന്ന് നിൽക്കുന്നത്. വലിയ മരങ്ങൾ വരെ ഈ കനാലിൽ നിന്നുണ്ട്. പൂർണ്ണമായും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഡംപിംഗ് യാർഡായി ഈ കനാലുകളെല്ലാം മാറി. ഇപ്പൊ നമ്മളൊന്ന് പരിശോധിച്ചാൽ, ഈ പ്രമാടം പഞ്ചായത്തിന്റെ മേഖലയിലൂടെ നമ്മളൊന്ന് ചുറ്റി സഞ്ചരിച്ചാൽ ഒരു കാരണവശാലും ഈ ഘട്ടത്തിൽ നമുക്കതുവഴി ജലം എത്തുമോ എന്നുള്ള സംശയമാണ്. തീർച്ചയായും തൊഴിലുറപ്പ് പദ്ധതിയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തി KAP കൂടി അതിൽ സംയുക്തമായി ചേർന്ന് അടിയന്തരമായി ഈ കനാലുകൾ ശുചീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ തുരത്തി ഓടിക്കുവാനും അല്ലെങ്കിൽ ഫലപ്രദമായ നടപടികൾ എടുക്കുവാനും സംസ്ഥാന വനം വകുപ്പ് മുൻകൈ എടുക്കണമെന്നാണ് കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ റോബിൻ പീറ്ററും അവരുടെ ഭരണസമിതിയും മുന്നോട്ട് വയ്ക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.